ഫുഡ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് ബീഫ് കറിയുടെ അതേ ടേസ്റ്റിൽ സോയ ചങ്ക്സ് കറി വെച്ചാണ് കാണിച്ചു തരുന്നത്. നമുക്ക് ആ സോയയുടെ ഒരു കുത്തുണ്ടാവില്ല, അതൊന്നും ഇല്ലാതെ തന്നെ ബീഫ് കറിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോവരുത് കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഇതിനായിട്ട് കുറച്ച് സോയ ചങ്ക്സ് വേണം. ഇനി 2 മീഡിയം സൈസിലെ സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ സൈസ് തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു 7 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട പൊടികൾ പരിചയപ്പെടാം. നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ആണ്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, അതുപോലെ തന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ വേണം. ഇനി നമുക്ക് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ വേണം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി വേണം. ഇനി നമുക്ക് താളിക്കാനായിട്ട് 2-3 ചെറിയ ഉള്ളിയും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇല വേണം കേട്ടോ. ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ സോയ ചങ്ക്സിൽ നല്ല വെട്ടിത്തിളച്ച വെള്ളം ഒഴിച്ച് ഇതിന് 20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം നല്ല വെട്ടിത്തിളച്ച വെള്ളമായിരിക്കണം. അത് ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇങ്ങനെ വെക്കണത് നമ്മുടെ ഈ സോയയ്ക്ക് ഒരു പച്ചക്കുത്തുണ്ടാവില്ലേ, അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം അത് പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം അതിനെ തുറന്ന് നമ്മൾ ഒരു 3-4 പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുക. പച്ചവെള്ളത്തിൽ കഴുകിയ ശേഷം കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ ഈ ഒരു പച്ചക്കുത്ത് വരുന്ന എല്ലാം തന്നെ മാറിക്കിട്ടും. അടുത്തതായിട്ട് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു കുക്കറിലോട്ട് നമ്മളിപ്പം പിഴിഞ്ഞെടുത്തിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വലിയ തക്കാളി ഒരെണ്ണെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. നീളത്തിൽ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കണം. കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലപ്പൊടിയും ഒഴികെയുള്ള ബാക്കിയുള്ള പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല നാടൻ ബീഫ് കറിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി മസാല എല്ലാ ഭാഗത്തോട്ടാകുന്ന രീതിയിൽ തിരുമ്മി കൊടുക്കുക. നിങ്ങൾക്ക് കൈ കൊണ്ട് പറ്റില്ലെങ്കിൽ തവി വെച്ച് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം അധികം ഒന്നും ഒഴിക്കുന്നില്ല, 1 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. ഇതിന് ശേഷം കുക്കർ അടച്ച് ഗ്യാസ് ഓൺ ചെയ്ത് കയറ്റി വയ്ക്കുക. അപ്പോൾ ഇവിടെ ഇരുന്ന് വെന്തോട്ടെ. നമുക്ക് കുറേ സമയമൊന്നും വേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വന്നാൽ മതി കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുമ്പോൾ തീ ഓഫ് ആക്കിയിടുക. അത് കഴിഞ്ഞ് ഇതിൻ്റെ എയർ മുഴുവൻ പോയി കഴിഞ്ഞ ശേഷം തുറന്നെടുക്കാം. അപ്പോൾ ഇതാ 3 വിസിൽ കഴിഞ്ഞ് ഞാൻ ഓഫ് ആക്കിയിട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ എയർ എല്ലാം പോയി തുറന്നെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിനെ ഇനി താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവാൻ വെച്ചു. ചൂടായപ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഞാനിതിലോട്ട് ഒരു 3 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറിയ ഉള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്.
ഇനി നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് പൊടികൾ നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്നല്ലോ, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയുമാണ്. അതിട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ഒരു പച്ചക്കുത്ത് മണമൊക്കെ പോകുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ തീ കുറച്ചിടാൻ വിട്ടു പോകരുത് കേട്ടോ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവാം, നമുക്കറിയാമല്ലോ. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത സോയ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് എത്രത്തോളം ഗ്രേവിയാണ് വേണ്ടത് അതനുസരിച്ചൊന്ന് കുറുക്കിയെടുക്കാം. തീരെ ഗ്രേവി ആക്കി എടുക്കുന്നതിനേക്കാളും ഒന്ന് കുറുകിയിരിക്കുന്നത് പരുവാണ് നല്ലത് കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ തീ കൂട്ടിയിട്ട് ഇതിൻ്റെ ചാറ് വറ്റി വന്നോളൂ കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു കട്ടി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാ നമ്മളുടെ സോയ ചങ്ക്സ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ബീഫ് കറിയുടെ അതേ ടേസ്റ്റിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോവരുതേ. അപ്പം നമുക്കിത് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ആ കമൻറ്റ് ബോക്സിലൂടെ പങ്കുവയ്ക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ചാനൽ ഒന്ന് വിജയിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ല റെസിപ്പിയുമായി ഞാൻ വേഗം വരാം. താങ്ക്